സത്യത്തിൽ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. കാരണം ഏത് നിമിഷവും പൊട്ടി വീഴുന്നുള്ളൊരു പേടിയുണ്ട്. ഉപയോഗിച്ച കല്ലുകൾ ഇത്തരത്തിലുള്ള കല്ല് കട്ടക്ക് സമാനത്. ഇത് വെള്ളം നല്ല കുതിർന്ന് നിൽക്കുമ്പം അലിഞ്ഞു പോയി. പിന്നെ കോൺക്രീറ്റിൻ്റെ മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു ദാരുണമായ ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുവന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെ ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ട്. ഒരു സ്വകാര്യ വ്യക്തിൻ്റെ വില്ലയാണ്. അപ്പം അത് ആഴ്ചക്ക് ഒന്ന് എന്ന് പറഞ്ഞ വിധം ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പിന്നെ മൊത്തം വീടുള്ളത് 10 വീടുകളാണ്. ആ 10 വീടുകളിൽ 3 വീടുകളും ഓരോ ആഴ്ചയായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നെല്ലാം പകുതി തകർന്ന നിലയിലും ഓരോന്നെല്ലാം ഏകദേശം മുഴുവനായിട്ട് തകർന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ മൊത്തം 10 വീടുകളാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 10 എണ്ണത്തിൽ 3 എണ്ണത്തിൽ മാത്രമേ ഓൾറെഡി മെയിൻ സ്ലാബ് വാർത്തിട്ടുള്ളൂ. ആ 3 എണ്ണം വാർത്തത് വീണിട്ടില്ല. ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പിന്നെ ഇത് രണ്ടാമത് വീണ വീടാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 3 ആഴ്ച മുന്നേ ഞാൻ ഇവിടെ വന്നിരുന്നു. ഓരോ വീടും വീഴുമ്പോഴും ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എനിക്കറിയാം ഇത് എന്തായാലും പിന്നെ ഇതിൽ കുറേ വീടുകൾ വീഴുന്നുള്ള കാര്യം പിന്നെ എനിക്ക് ഷുവറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10-15 വർഷമായിട്ട് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് രണ്ടാമത് വീണ വീടാണ്. ഇവിടെ തൊട്ടടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റിൽ വീണ് തുടങ്ങിയത്. ഈ ഒരു വീടാണ്. ഈ വീടിൻ്റെ മോൾ ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് പൊട്ടി വീണത്. ഇതെല്ലാം ഇപ്പം ഇവർ കോരി മാറ്റിയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇതെല്ലാം പൊട്ടിച്ച് കോരി മാറ്റിയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇത് വീണതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് ശേഷം കോരി മാറ്റിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. അതിന് ശേഷം രണ്ടാമത് തകർന്നത് അടുത്ത വീടാണ്. അപ്പോൾ മൂന്നാമത് മുഴുവനായിട്ടും പൊട്ടിയിട്ട് വീണിട്ടുള്ളത് ഈ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഭാഗമാണ്. എന്താ ഈ ഭാഗം സത്യത്തിൽ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. കാരണം ഏത് നിമിഷവും പൊട്ടി വീഴുന്നുള്ളൊരു പേടിയുണ്ട്. കേട്ടാ, മൂന്നാമത് വീണത് ഈ സൈഡാണ്. ഇതിൻ്റെ താഴെയായിട്ടാണ് ഞാൻ പറഞ്ഞ വീട് വരുന്നത്. അത് ഇങ്ങോട്ടെല്ലാം പോകാൻ പേടിയാവുന്നുണ്ട്. പക്ഷേ ഈ വീടെല്ലാം പൊട്ടി വീട്ടിന് തൊട്ട് താഴെ 1-2 വീടുകൾ വേറെയുണ്ട്. ആ വീടിനെയാണ് ബാധിക്കുക. ഇത് വീഴാനുള്ള കാരണം ഞാൻ കണ്ടെടുത്തോളം വേറെ ഒന്നുമല്ല. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കല്ലുകൾ കട്ടക്ക് സമമാണ്. കാണുന്നില്ലേ? ഈ കല്ലിൻ്റെ എല്ലാം ക്വാളിറ്റി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു 10-15 വർഷം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറയാൻ കാരണം. പിന്നെ രണ്ടാമതായിട്ടെന്ന് പറയുന്നത്, ഒരു സൺഷെയ്ഡിനും ബെയറിങ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു 1-2 വിഷയങ്ങളാണ് ഇത് പൊട്ടി വീഴാനുള്ള കാരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. നേരെ കുറച്ച് നിങ്ങൾക്കത് കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെയെല്ലാം കംപ്ലീറ്റ് ഒന്നും നമ്മൾ ഈ ഓര എന്ന് പറയുന്ന ഭാഗമൊന്നും അടച്ചു വെച്ചില്ല. അതാണ് മൂന്നാമത്തെ ഒരു വിഷയം. ഇതെല്ലാം മെയിൻ സ്ലാബ് വാർത്താണ്. ഞാൻ പറഞ്ഞത് വ്യത്യാസമുണ്ട്. 3 അല്ല 5 വീടുകൾ മെയിൻ സ്ലാബ് വാർത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടുള്ള 2 എണ്ണം കണ്ടിട്ടില്ല. 5 വീടുകൾ മെയിൻ സ്ലാബ് വാർത്തതും 5 വീടുകൾ മെയിൻ സ്ലാബ് വാർക്കാത്തതുള്ളത്. ഇപ്പോൾ ഓൾറെഡി വീണുകൊണ്ടിരിക്കുന്നത് മെയിൻ സ്ലാബ് വാർക്കാത്ത വീടുകളാണ്. കാരണം കല്ലിലേക്ക് നല്ലോണം വെള്ളം നനഞ്ഞിട്ട് മഴയിൽ കംപ്ലീറ്റ് വെള്ളം നനഞ്ഞിട്ട് കല്ല് പൊതിർന്ന് കട്ട മാതിരിയുള്ള അവസ്ഥയിലാണ്. ഇവിടെയെല്ലാം നിൽക്കാൻ തന്നെ പേടിയാണ്. കാരണം ഇതെല്ലാം ഏത് നിമിഷവും വീഴും. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങോട്ടേക്കെല്ലാം വീടുണ്ട്. ഇതാണ് അവസ്ഥ. ഇതിൻ്റെ പിൻഭാഗമെല്ലാം മുന്നേ വീണിട്ട് പൊളിച്ച് കളഞ്ഞതാണ്. പക്ഷേ ഇതൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് വന്ന് വീണ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. ഈ വീട് ഏകദേശം പൂർണ്ണമായിട്ടും ഇപ്പം അനുഭവം ഒരു 2 വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, പേടിയായിട്ട്. ഇവിടെയെല്ലാം ജാക്കി വെച്ചിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുള്ളതാ. ഏണിയെല്ലാം പൊട്ടി താഴേക്ക് വീണിട്ടാവുള്ളത്. ആ സ്ലാബ് അങ്ങനെ താണിട്ടുണ്ട്. ആ ബീമെല്ലാം തൂങ്ങിക്കിടക്കുന്നുണ്ടാ. എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നല്ല ധൈര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. മുന്നേ എടുത്ത് വെച്ച ഉള്ളിൽ പിന്നെ ഉള്ളിലെ വീഡിയോ ഉണ്ട്, ഞാൻ ഇതിൻ്റെ തന്നെ ഇടാം. ഇവിടെ ഉപയോഗിച്ച കല്ലുകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ഇവിടെ ഉപയോഗിച്ച കല്ലുകൾ. ഇത്തരത്തിലുള്ള കല്ല് കട്ടക്ക് സമാനം. ഇത് വെള്ളം നല്ല കുതിർന്ന് നിൽക്കുമ്പം അലിഞ്ഞു പോയി പിന്നെ കോൺക്രീറ്റിൻ്റെ പിന്നെ ലോഡ് താങ്ങാൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് ഇത് തകർന്ന് വീണിട്ടുള്ളത്. തൊട്ടടുത്ത് താമസിക്കുന്നവരെല്ലാം നല്ല പേടിയിൽ തന്നെയാണുള്ളത്. കാരണം അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീഴുന്ന ഒച്ച കേട്ടിട്ട് കുട്ടികളെല്ലാം പേടിച്ച് കരയുന്നു. രാത്രി സമയത്തെല്ലാം വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ടാണ് വീഴുന്നത്. ഭൂകമ്പം പോലെയുള്ളൊരവസ്ഥയിലാണ് ഉള്ളത്. മുകളിലത്തെ സൺഷെയ്ഡും വരാന്തയും തകർന്നിട്ട് താഴത്തെ വരാന്തേൻ്റെ മേലേക്ക് വീണിട്ട് വരാന്ത അടക്കം പൊട്ടിയിട്ടാണ് കാണുന്നത്. സ്ലാബ് അങ്ങനെ തകർന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഭീമ അങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് വീണിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ തന്നെ പേടിയാവുന്നു. ഈ ഒരു വരാന്തേൻ്റെ ഭാഗം അങ്ങനെയാണ് തകർന്ന് താഴേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വീടുകൾ ഇതേപോലെ പണിത് വെച്ചിട്ടുണ്ട്, ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടുണ്ടാക്കിയതിലുള്ള അപാകതകൾ. അപ്പം നിങ്ങളും ഓരോരാളെ സ്വപ്നമാണ് നമ്മൾക്ക് പിന്നെ വീടുണ്ടാക്കണം എന്നുള്ള ഒരാളെ ജീവിതാഭിലാഷമാണ്. പക്ഷേ നമ്മൾ ആ അഭിലാഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമ്മൾ വീടെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അതിൽ നിന്നും പിന്നെ ആ ഒരു രീതിയിലേക്ക് പോകാണ്ട് നമ്മൾ ചിലപ്പം വിചാരിക്കും പൈസ കുറവായതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങനെ ഇങ്ങനെ തീർക്കാൻ തന്നെ വിചാരിക്കും. അങ്ങനെ തീർക്കാണ്ട് അതിന് ഒരു നിർമ്മാണത്തിൻ്റെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ നമ്മൾ വീട് പണിയായാലും ബിൽഡിംഗ് ആയാലും എന്തെന്നായാലും അത് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.